നമസ്കാരം. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് ഗ്ലോബൽ ETF-സിനെ കുറിച്ചാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മിക്കവാറും ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ അല്ലെങ്കിൽ അവർ റിസൈഡ് ചെയ്യുന്ന ലോക്കൽ മാർക്കറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമുക്ക് ഈസി ആയിട്ട് ഗ്ലോബൽ ഇൻവെസ്റ്റിംഗ് ചെയ്യാൻ കഴിയും. അടുത്തായിട്ട് നമുക്ക് ETFs എന്താണെന്ന് നോക്കാം. ETFs മീൻസ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. അതായത് ഒരു ഇൻഡെക്സ് ഫണ്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പോലെ ഒരു കമ്പനിയുടെ ഷെയറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരു ഗ്രൂപ്പ് ഓഫ് ഷെയർസ് അല്ലെങ്കിൽ ബോൺസ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ETFs. ഈ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ കിട്ടും. കമ്പയർ ടു മ്യൂച്വൽ ഫണ്ട് ആൻഡ് ഇൻഡെക്സ് ഫണ്ട്സ് ETFs-ന്റെ കോസ്റ്റ് കുറവാണ്. ഈസി ആയിട്ട് സെല് ചെയ്യാനും ബൈ ചെയ്യാനും കഴിയും, ഒരു സ്റ്റോക്ക് പോലെ. എന്തുകൊണ്ട് ഗ്ലോബൽ ETF? ഗ്ലോബൽ ETFs-ലൂടെ നമ്മുടെ ഹോം കൺട്രിക്ക് പുറത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് അതിലൂടെ US മാർക്കറ്റ്സിലേക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റ്സ്, എമർജിംഗ് മാർക്കറ്റ്സ്, എൻറ്റയർ വേൾഡ് ETFs ഇതിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മൾ ഗ്ലോബൽ എക്കണോമിക് ഗ്രോത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്. അടുത്തായിട്ട് നമുക്ക് ETFs, ഇൻഡെക്സ് ഫണ്ട്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ് ഇത് തമ്മിലുള്ള കീ ആയിട്ടുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ETFs നമുക്ക് സ്റ്റോക്ക് പോലെ തന്നെ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ട്രേഡിംഗ് അവേഴ്സ്. ഇതിന്റെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇതിന് കമ്പയർ ടു മ്യൂച്വൽ ഫണ്ട് ലോ കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇതൊരു പാസീവ് ഫണ്ടാണ്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ETFs വാങ്ങണം എന്നുണ്ടെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് അത്യാവശ്യമാണ്. അടുത്തായിട്ട് ഇൻഡെക്സ് ഫണ്ട്. ഇൻഡെക്സ് ഫണ്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കവർ ചെയ്തിരുന്നു. ഇതൊരു ഇൻഡെക്സിനെയാണ് ട്രാക്ക് ചെയ്യുന്നത്. Nifty 50 ആകാം, അല്ലെങ്കിൽ S&P 500 ആകാം. അതൊരു ഇൻഡെക്സിനെ മിറർ ചെയ്യുന്നു. ഇത് ഡേയുടെ എൻഡിൽ മാത്രമേ ഇതിന്റെ NAV ചേഞ്ച് ആവുള്ളൂ. നമുക്ക് ട്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ക്ലോസിംഗിൽ മാത്രമാണ് ഇതിനകത്ത് വിലക്കകത്ത് വ്യത്യാസം വരുന്നത്. മ്യൂച്വൽ ഫണ്ടിനേക്കാൾ ഇൻഡെക്സ് ഫണ്ട്സിന് പ്രൈസ് വളരെ കുറവാണ്, കോസ്റ്റ് റേഷ്യോ കുറവാണ്. പിന്നെ ഇതും പാസീവ് ഫണ്ടാണ്. നമുക്ക് ഇൻഡെക്സ് ഫണ്ട് വാങ്ങാനായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമില്ല. അടുത്തായിട്ട് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നേരത്തെ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ആക്റ്റീവ് ഫണ്ടാണ്. അതിനർത്ഥം ഒരു ഫണ്ട് മാനേജർ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത് മാനേജ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ കോസ്റ്റ് റേഷ്യോ ഹയർ ആയിരിക്കും, കാരണം അവിടെ ഒരു പ്രൊഫഷണൽ സർവീസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ ഗോള് എപ്പോഴും മാർക്കറ്റിനെ ബീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് മ്യൂച്വൽ ഫണ്ട് വാങ്ങാനും ഡിമാറ്റ് അക്കൗണ്ടിന്റെ ആവശ്യമില്ല. ഗ്ലോബൽ ഇൻവെസ്റ്റിംഗിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടേം ആണ് UCITS, അണ്ടർടേക്കിംഗ്സ് ഫോർ കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ട്രാൻസ്ഫറബിൾ സെക്യൂരിറ്റീസ്. യൂറോപ്യൻ റെഗുലേഷൻ ഫോർ ഫണ്ട്സ് ആണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടെന്നാൽ ഇതൊരു സ്ട്രോങ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആണ്. ബെറ്റർ ട്രാൻസ്പെറൻസി നൽകുന്നു. അതുപോലെ തന്നെ ടാക്സ് എഫിഷ്യൻ്റ് ആണ് ഫോർ നോൺ US ഇൻവെസ്റ്റേഴ്സ്. നിങ്ങൾ ഗ്ലോബൽ ETFs സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും UCITS ഉള്ള ETFs സെലക്ട് ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഇത് വെൽ റെഗുലേറ്റഡ് ആണ്, സേഫ് സ്ട്രക്ചർ ഫോർ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ടേം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ LRS അഥവാ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമാണ്. ഒരു ഇന്ത്യൻ റെസിഡന്റ് ഇൻവെസ്റ്റർക്ക് ലീഗലി ഇന്ത്യക്ക് പുറത്ത് ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് $250,000, അതായത് 2.5 ലക്ഷം USD ആണ്. ഇതിന് മുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ RBIയിൽ നിന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള പെർമിഷൻസോ അപ്രൂവൽസോ ആവശ്യമാണ്. അടുത്തായിട്ട് നമുക്ക് ഇന്ത്യയിൽ നിന്ന് എങ്ങനെ ഗ്ലോബൽ ഇൻവെസ്റ്റിംഗ് ചെയ്യാൻ പറ്റും? അതിന് 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇന്റർനാഷണൽ ബ്രോക്കേഴ്സ് വഴി ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ഇന്ത്യൻ പ്ലാറ്റ്ഫോംസ് ഓഫറിംഗ് ഗ്ലോബൽ ഇൻവെസ്റ്റിംഗ് ഉണ്ട്, അതിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സ്, ഗ്ലോബൽ എക്സ്പോഷർ തരുന്ന ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സിലുണ്ട്. ഈ 3 വഴികളിലൂടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ കീ ആയിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കറൻസി റിസ്ക് ഉണ്ട്. കാരണം എപ്പോഴും നമ്മൾ ഇന്ത്യക്ക് പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ റെസിഡന്റ് കൺട്രിക്ക് പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കറൻസി കൺവേർട്ട് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ടാക്സേഷൻ ഉണ്ട്. നമ്മൾ റിസൈഡ് ചെയ്യുന്ന കൺട്രിയിലെ ടാക്സേഷനും ഉണ്ടാവും. അതുപോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കൺട്രി US പോലെയുള്ള കൺട്രികൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാക്സേഷൻ റൂൾസ് ഉണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോമിനും ഒരു ചാർജ് അവരെടുക്കുന്നുണ്ട്. ഇപ്പോൾ ലോങ് ടേം ഫോക്കസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഗ്ലോബൽ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഹൗ ടു ഇൻവെസ്റ്റ് ഫ്രം UAE ഇൻവെസ്റ്റേഴ്സിന് കുറച്ചും കൂടെ ഗ്ലോബൽ ഇൻവെസ്റ്റിംഗ് ഈസി ആണ്. നിങ്ങൾക്കൊരു ബ്രോക്കറേജ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും. ആ ബ്രോക്കറേജ് അക്കൗണ്ടിലൂടെ US ETFs-ലും UCITS ETFs-ലും ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, നമുക്ക് UAE-ൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിലേക്ക് നമ്മുടെ കറൻസി USD-യിലേക്കോ യൂറോയിലേക്കോ കൺവേർട്ട് ചെയ്യേണ്ടി വരും. അതുപോലെ US-ലും മറ്റും എസ്റ്റേറ്റ് ടാക്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. ചില സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയും 30% ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആപ്ലിക്കബിൾ ആണ്.
അതേസമയത്ത് നമ്മൾ ഡൊമിസൈൽ US അല്ലാതെ ലക്സംബർഗോ അല്ലെങ്കിൽ അയർലൻഡ് അങ്ങനെ ഡൊമിസൈൽഡ് ആയിട്ടുള്ള ETFs ആണ് ചെയ്യുന്നതെങ്കിൽ ഈ ടാക്സ് 30% എന്നുള്ളത് 15% ആയിട്ട് കുറയുന്നുണ്ട്. അതുപോലെ ബ്രോക്കറുടെ റിലയബിലിറ്റിയാണ് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. Who should invest? Long-term investors, people who want global exposure. Not recommended for short-term investors. Beginners can also invest provided it meets with their financial goals and risk appetite. Start small, stay consistent, think long-term. See you again with another video. If you find this content useful to you or your friends, please share it and please subscribe. Thank you.